പ്രിയമുള്ളവരെ, എൻ്റെ ഇത്തിരിവട്ടം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വെരിഗേറ്റഡ് ആയിട്ടുള്ള ചിക്കുവിൻ്റെ പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ ഇല തന്നെ കാണാൻ നല്ല ഭംഗിയാണ്, നല്ല ഭംഗിയായിട്ടുള്ള ഇലയാണ്. അതുപോലെ തന്നെ ഇത് നിറച്ച് പിടിച്ചിരുന്നു. ഇതിനും ജൈവവളം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഫ്രൂട്ട് കാണിക്കാം. നല്ല മധുരമാണ്, ആദ്യം മധുരമാണ്. ഷുഗർകാർക്കൊക്കെ കഴിക്കാൻ പ്രയാസമാണ്, പിന്നെ ടേസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. പഴുത്തില്ല. ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് വിളയും. ഇതിനെക്കാട്ടും വലുതാണ്. ഇപ്പം നല്ല ചൂട് സമയം ആയതുകൊണ്ടാണ് ഈ ഫ്രൂട്ട് ഇത്രയും ചെറുതായത്. നല്ലൊരു ഫ്രൂട്ടാണ്, നല്ല മധുരമാണ്. വായിക്ക് ഭയങ്കര മധുരമായിട്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. അത് മാത്രമല്ല, ഇത് നമുക്ക് വീടിൻ്റെ പൂമുഖത്തൊക്കെ വെക്കുവാനായിട്ട് നല്ലതാണ്. കാരണം ഇല തന്നെ കാണുവാനായിട്ട് നല്ല കളർഫുള്ളായിട്ടുള്ള ഇലയാണ്. അലങ്കാര ചെടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ വെക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഫ്രൂട്ട് ഇത് പറിച്ച് കഴിക്കാനും ഒരു ടേസ്റ്റാണ്. ഷുഗറുകാർക്ക് വല്ലപ്പോഴും ഒക്കെ ഇതൊന്ന് കഴിക്കാം. അത് നിറച്ച് പൂക്കളൊക്കെ അവിടെ ഇവിടെയൊക്കെ മേളിലോട്ടൊക്കെ ഉണ്ട്. ഞാനൊരു യാത്ര പോകുന്നതിനിടയ്ക്കാണ് ഈ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഒരു പ്രോത്സാഹനത്തിലൂടെയാണ് ഞാൻ ഇതൊക്കെ ഓരോ ചെയ്യുന്നത്. ഓരോ വെറൈറ്റികൾ കാണുമ്പോൾ ഞാനത് എവിടെയെങ്കിലും നല്ല നേഴ്സറി പോയി കണ്ടു കഴിഞ്ഞിട്ട് അവരുടെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാനിതാണ്ട് പൂക്കളൊക്കെ നിറച്ച് പൂക്കളുണ്ട്. അതാണ്ട് ഇതെല്ലാം പൂക്കായാവുന്നതാണ്. പൂ പിടിക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ 2 ദിവസമായി ഇതിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റേതായ ക്ഷീണം ചെടിക്കുണ്ട്. ഞാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം മുട്ടുകളാണ്, എല്ലാം മുട്ടുകളാണ്. ഇതെല്ലാം കായാവുന്ന മുട്ടുകളാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നോക്കിയാൽ അറിയാം, നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാനിത് 5-6 ഫ്രൂട്ട് എടുത്തതാണ്. അതുപോലെ ഇതിനോട് ചേർന്ന ഒരു കാര്യം കൂടെ, ഞാവൽ നിൽപ്പുണ്ട്. കണ്ട, ഞാവലിൻ്റെ ഒരു വൃക്ഷമാണ് ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ്. അപ്പം നേഴ്സറിയിൽ നിന്ന് മേടിച്ചപ്പോൾ അതിനോടൊപ്പം ഒരു ഞാവലിൻ്റെ പ്ലാന്റ് കൂടെ ഉണ്ടായിരുന്നു. ഞാനത് മുറിച്ചില്ല. ഇനി ഞാവൽ പഴത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഞാവലാണ്. വലിയ മരമായിട്ട് നിൽക്കുകയാണ്. ഞാവലിൻ്റെ ഫലം പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിനടുത്ത് തന്നെയാണ് ഞാൻ നേരത്തെ ചെയ്തതാണ്. അതിനടുത്ത് തന്നെയാണ് വിയറ്റ്നാം എയർലി ചക്കകളൊക്കെ വീണ്ടും പിടിച്ച് കിടക്കുന്നുണ്ടാണ്ട്. വിയറ്റ്നാം എയർലി ഇതെല്ലാം ആണ്ടേ, ഒരു ഒരെണ്ണം ആണ്ടേ. വേണ്ടേ, ഇത് അതിലൂടെ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. ഇത് വിയറ്റ്നാം എയർലി. അതിൻ്റെ കളർ കണ്ടോ, ഇത് അണ്ണാൻ കൊണ്ടുപോയതാണ്. എന്നാലും ഇത്രയും ഭാഗം ചെത്തി കളഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. ഇതും ഭയങ്കര മധുരമാണ്. ഞാൻ കാണിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് കാണിക്കുകയാണ്. നല്ല ഇതാണ്. അതിനോട് ചേർന്ന് തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചതായ, ഇപ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്തായിട്ടുള്ളതായ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ്. അത് വലിയ പ്ലാന്റാണ്. എല്ലാം കൂടെ ചേർത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അത് നിറച്ച് പൂവാണ്, നിറച്ച് പൂക്കളുണ്ട്. ഫ്രൂട്ടൊക്കെ കുറച്ച് പൊഴിഞ്ഞു പോയി. ഇത് ഞാൻ ഇപ്പം കണ്ടപ്പോൾ ഇത് ഞാൻ അടർത്തി എടുത്തെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്ത് വരും. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ആൾ.